2018 ഡൽഹിയെ ഞെട്ടിപ്പിച്ച ഒരു കേസാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബുറാരി രത്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ? ഒരു കുടുംബത്തിലെ 11 പേരും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു കേസ്. ഒറ്റ നോട്ടത്തിൽ അതൊരു കൊലപാതകമായിട്ട് നമുക്ക് തോന്നും. കാരണം ഈ 11 പേരിൽ 10 പേരും ഹാങ് ചെയ്ത നിലയിലായിരുന്നു. മേളിലത്തെ അയൺ ഗ്രില്ലിൽ കെട്ടിത്തൂങ്ങിയ അവസ്ഥയിൽ കൈകൾ രണ്ടും പുറകിൽ കെട്ടിയും വെച്ച് കണ്ണ് കെട്ടിയിട്ടും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ 10 പേരും കെട്ടിത്തൂങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലല്ല 11 പേരിൽ ഒരാൾ, 11ാമത്തെ ആള്, അതായത് അവരുടെ മുത്തശ്ശി, അവര് ബെഡ്റൂമിലായിരുന്നു മരിച്ചു കിടന്നിരുന്നത്. അപ്പൊ എന്തായാലും ഒറ്റ നോട്ടത്തില് കൊലപാതകമാണെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പോലീസ് സഹിതം കൊലപാതകമാണെന്ന രീതിയിലാണ് അന്വേഷണം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പോലീസിന് കിട്ടിയത്. അതിനകത്ത് ഏറ്റവും വലിയ തെളിവാണ് ആ വീട്ടിൽ നിന്ന് കിട്ടിയ ഡയറി. അത് എഴുതിയിരുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനായ ലളിത് ഭാട്ടിയാണ് എഴുതിയിരുന്നത്. ആ ബുക്കിനകത്ത് അത്രയും, അല്ലെ ആ ഡയറിക്കകത്ത് അത്രയും ഉള്ളത് കുറേ റിച്വൽസും ഇതെങ്ങനെ ഫോളോ ചെയ്യും, ഇതെങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ള സ്റ്റെപ്സും ഒക്കെയാണ്. അവൻ വിശ്വസിച്ചിരുന്നത് അവൻ്റെ മരിച്ചുപോയ അച്ഛൻ അവന് വന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെ ഗൈഡ് ചെയ്യുന്നു എന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. ആ കുടുംബത്തിലുള്ള ബാക്കി 10 പേരും അവൻ പറയുന്നത് വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് അതിലും കൗതുകകരമായ കാര്യം. അവര് ബ്ലൈൻഡ്ലി അവൻ്റെ അച്ഛൻ വന്നിരുന്നു എന്നൊക്കെ അവൻ വിശ്വസിച്ചിരുന്നത് അതേപടി ആ വീട്ടുകാരും വിശ്വസിച്ചിരുന്നു. എന്തുവാണേലും ഈ മരണപ്പെടുന്നതിൻ്റെ അന്ന് അവരൊരു റിച്വൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞ ഒരു ബത്ത് തപസ്യ എന്ന് പറഞ്ഞ ഒരു റിച്വലാണ്. അവൻ്റെ ഡയറിയിൽ എഴുതിയിരുന്നതാണ്. അപ്പോൾ അതിൽ കൈകളൊക്കെ കെട്ടിവെച്ച് കണ്ണൊക്കെ കെട്ടിവെച്ച് ഇവർ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് ഹാങ് ചെയ്ത് കിടക്കുക. അതായിരുന്നു റിച്വൽ. പക്ഷെ ഇതെന്തോ എവിടെയോ പാളിപ്പോയി, എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല, ഇവരെല്ലാവരും മരണപ്പെട്ടു. പോലീസിന് എന്തായാലും വേറെ തെളിവുകളൊന്നുമില്ല. പുറത്തുനിന്ന് ഒരാൾ വന്നതിൻ്റെ ഒരു തെളിവോ ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇവരുടെ കയ്യിലുള്ള ഈ ഒരു ഡയറി, ഇത് ഫോളോ ചെയ്താണ് ഇവർ ചെയ്തതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ എന്തായാലും പോലീസ് ഈ കേസ് അവസാനം ക്ലോസ് ചെയ്യുന്നത് ഷെയർഡ് സൈക്കോസിസ് എന്നൊരവസ്ഥയായിരുന്നു ഇവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാണ് ഈ കേസ് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ഇന്നും ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്. ഇതൊരു സ്പിരിച്വൽ മാഡ്നസ് ആണോ, അല്ലെങ്കിൽ ഇത് ഒരു ഒരു പ്ലാൻഡ് മേർഡർ ആണോ എന്നൊക്കെ ഇന്നും ആളുകളുടെ ഇടയിൽ സംശയമൊക്കെ ഉണ്ട്. എന്നാലും പോലീസ് പറയുന്ന പോലെ ഒരുപക്ഷെ ഇതൊരു സൈക്കോസിസ് തന്നെ ആയിരിക്കാം. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ.